എറണാകുളം കളമശ്ശേരി മൂലേപ്പാടത്ത് വെള്ളം കയറിയ വീടുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സ്വന്തം മണ്ഡലത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് മന്ത്രി പി രാജീവ് അടക്കം ഉറപ്പ് നൽകിയിട്ടും യാതൊരു പരിഹാര മാർഗവുമായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യില്ലെന്നും മൂലേപ്പാടം നിവാസികൾ. ഇന്നലെ പെയ്ത കനത്ത മഴയിൽ വലിയ നാശനഷ്ടമാണ് കളമശ്ശേരിയിൽ, പ്രത്യേകിച്ച് ഈ മൂലേപ്പാടം ഭാഗത്തുണ്ടായത്. 400ഓളം വീടുകളിലാണ് ഈ ഭാഗത്ത് വെള്ളം കയറിയത്. അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടം, പ്രത്യേകിച്ച് ഈ വെള്ളക്കെട്ട് അഴയ്ക്കൊപ്പം അല്ലെങ്കിൽ അതിനു മുകളിലാണ് ഈ പ്രദേശത്ത് വെള്ളക്കെട്ടുണ്ടായത്. വലിയ നാശനഷ്ടം ഈ പ്രദേശത്തെ ആളുകൾക്ക്, വീട്ടുകാർക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ വേസ്റ്റൊക്കെ പല ഭാഗത്തു നിന്നുള്ള വേസ്റ്റുകളടക്കം ഒഴുകി വന്ന് ഈ വീടുകളിലേക്കടക്കം കയറുന്ന കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. ഈ വാഹനങ്ങളടക്കമുള്ളവ, ഒരുപാട് വാഹനങ്ങൾ നിലവിൽ നമ്മളിപ്പോൾ അല്പം മുമ്പ് നമ്മൾ കണ്ടതാണ്. ഈ വാഹനങ്ങളടക്കമുള്ളവ ഇവിടെ നിന്നും ലോറി അടക്കമുള്ള വണ്ടികൾ വിളിച്ച് ശരിയാക്കാൻ, കാരണം ഈ വാഹനങ്ങളടക്കമുള്ളവയെല്ലാം ഇവിടെ ഓഫായി പോയിരുന്നു. ഈ പ്രദേശത്ത് എല്ലാ വീടുകളിലും വലിയ നാശനഷ്ടമാണ് ഈ പ്രദേശത്തൊക്കെ ഉണ്ടായിട്ടുള്ളത്. എല്ലാ വീടുകളിലും വെള്ളം കയറി. മൂലേപ്പാടം നിവാസി പ്രത്യേകിച്ച് ഒരു താഴ്ന്ന പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ മിക്ക വീടുകളിലും 400 വീടുകളിലാണ് നിലവിൽ ഇവിടെ വെള്ളം കയറിയതെന്നാണ് കളമശ്ശേരി നഗരസഭയുടെ ഔദ്യോഗികമായ കണക്കുള്ളത്. ഒപ്പം തന്നെ മന്ത്രി രാജീവ് ഇന്നലെ പ്രതികരിച്ചപ്പോഴും പറഞ്ഞിരുന്നു 400 വീടുകളിലാണ് മൂലേപ്പാടം ഭാഗത്ത് മാത്രമായി ഇന്നലെ വെള്ളം കയറിയത്. അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടങ്ങൾ, ഈ സാധനങ്ങളെല്ലാം തന്നെ ഒഴുകിപ്പോകുന്നതടക്കമുള്ള, അല്ലെങ്കിൽ ഈ പ്രദേശത്തെ പല സ്ഥലത്തു നിന്നുള്ള വേസ്റ്റുകളടക്കം ഇങ്ങോട്ട് ഒഴുകി വരുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ പ്രദേശത്ത് ക്ലീനിങ് അടക്കമുള്ള ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ തോതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ സംഭവിക്കാത്ത രീതിയിലുള്ള വെള്ളക്കെട്ടാണ് ഇപ്പം നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ വീടിന്റെ 4 അകത്തെ സ്റ്റെയർ കേസിലെ 4 സ്റ്റെയർ ലെവൽ വരെ, സ്റ്റെപ്പ് വരെ വെള്ളം കയറി. ഞങ്ങളുടെ കട്ടില്, കിടക്ക, സെറ്റി, സ്പീക്കർ, ഇൻവെർട്ടർ, ഫ്രിഡ്ജ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടു. ഇനിയിപ്പം ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ പ്രോബ്ലം ആക്ച്വലി ഇവിടെ വെള്ളം കയറുന്നതാണ്. പക്ഷേ ഈ രീതിയിലുള്ള വെള്ളം ഇപ്പം ആദ്യമായിട്ടാണ് ഇത്രയും ഈ ലെവലിലേക്ക് വെള്ളം കയറിയിരിക്കുന്നത്. ഇപ്പം ഇതിനകത്ത് ഞങ്ങളുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മോളിൽ നിന്ന് ആ സൈഡിൽ നിന്നും വെള്ളം താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അതുപോലെ ഇവിടുന്ന് മോളി ഈ ITA പോളിടെക്നിക് ആ ഭാഗത്തു നിന്നുള്ള വെള്ളവും താഴോട്ട് ഇറങ്ങി വരും. അപ്പോൾ ഈ 2 വെള്ളവും കൂടി നമുക്കിവിടെ തടഞ്ഞു നിൽക്കുക. ആക്ച്വലി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ നമ്മൾ പല വർഷങ്ങളായിട്ട് ഇവിടെ പരാതിപ്പെട്ടുകൊണ്ടും നമ്മുടെ MP MLA നമ്മുടെ രാജീവ് അദ്ദേഹവും ഇവിടെ വന്ന് സംസാരിച്ച് നമ്മളോട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൾവേർട്ട് ഇവിടെ ഒരു പ്രശ്നം കുറച്ച് പരിഹരിച്ചിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും നമ്മുടെ പ്രോബ്ലത്തിന് ഒരു പ്രശ്നമല്ല. പ്രശ്നം അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മോളിൽ നിന്നുള്ള വെള്ളം ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്ത് ഇവിടുന്ന് ഒരു കാന അങ്ങോട്ടേക്ക്, ഇവിടുന്ന് റോഡിൽ നിന്ന് വെള്ളം താഴോട്ട് വീഴാതെ ഒരു കാന വഴി വെള്ളം അപ്പുറത്തേക്ക്, ടൊയോട്ടയുടെ അപ്പുറത്തും കടന്ന്, റെയിൽവേ ട്രാക്കും അപ്പുറത്തേക്ക് കടന്ന് അത് ആ പുഴയിൽ എത്തിക്കാനുള്ള ഒരു സംവിധാനം. സൈഡെല്ലാം കയ്യേറ്റമാണ്, അതിൽ നിന്നൊന്നും വെള്ളം അതുവഴി പോകുന്നില്ല. അതുപോലെ ഇവിടെ നിന്നുള്ള കാന ആക്ച്വലി ചെയ്തിരിക്കുന്ന മോളിൽ നിന്നുള്ള കാന താഴോട്ട് കൊണ്ടുവന്നിരിക്കുക. അത് ഈ ആക്ച്വലി മൂലപ്പാടത്തേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. അതങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങോട്ട് വിട്ടാൽ മതിയായിരുന്നു. അപ്പോൾ മോളിൽ നിന്നുള്ള വെള്ളം കാന വഴി നമ്മുടെ ഇവിടേക്ക് തന്നെ ഡംപ് ചെയ്യുക. അപ്പോൾ ശരിക്കും ഒരു ഡംപിംഗ് സ്പോട്ട് പോലെയാണ് ഇപ്പോൾ മൂലേപ്പാടം നിൽക്കുന്നത്. അപ്പം നിലവിൽ ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആളെ വെച്ചുകൊണ്ടിരിക്കുക. എൻ്റെ വീട്ടിലെ വെള്ളം ഇതുവരെ പുറത്തേക്ക് കളഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് ഞാൻ പോയിരിക്കുന്നത്. ഇവിടെ താഴെ നിലയിൽ ഒന്നും പറ്റിയിട്ടില്ല. അപ്പുറത്തെ വീട്ടിലൊരു ബെഡ് റിഡൻ ആയിട്ടുള്ളൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയൊക്കെ പിന്നെ അവർ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം വന്ന് അവരെ കൊണ്ടുപോയി. എനിക്ക് ഏകദേശം ഞങ്ങളുടെ വീട്ടിൽ ഒരു 5 ലക്ഷം അല്ലേ, 2 മോട്ടർ പുറത്തുണ്ടായിരുന്നു, മോട്ടറൊക്കെ പോയിട്ടുണ്ട്. TV-യുടെ കാര്യം അറിയാൻ പറ്റില്ല. TV എങ്ങനെ വന്നാലും ഒരു 1 ലക്ഷത്തിൽ കൂടുതൽ വിലയുള്ള TV ആണ്. അത് പോയിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ബാക്കി ഏകദേശം ഒരു 5 ലക്ഷം രൂപയുടെ നഷ്ടം ഈ വീട്ടിലും, ഇവിടെയുള്ള ഇതിനേക്കാളും ഞങ്ങളുടെ വീടിനേക്കാളും നഷ്ടമായിരിക്കും ഇപ്പുറത്തെ വീട്ടിലും അപ്പുറത്തെ വീട്ടിൽ ഈ വീട്ടിലൊക്കെ സംഭവം. അവിടുത്തെ കുറച്ചും കൂടെ പൊങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒറ്റ നിലയിലുള്ള വീടുകൾ ഉള്ളവരെല്ലാം വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഇന്നലെ റെസ്ക്യൂ ടീമെല്ലാമാണ് അവരെ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഇനിയിപ്പോൾ ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ തീരുമാനിച്ചിരിക്കും, ബാക്കിയുള്ളവരെങ്ങനെയാണെന്ന് അറിയില്ല. ഇനി ഇവിടെ പഞ്ചായത്ത് ഇലക്ഷൻ അടുത്ത് വരാൻ പോവുക. ഇവിടുന്ന് വോട്ട് ചെയ്യാതിരിക്കുക, അതിനിപ്പം നിവൃത്തിയുള്ളൂ. കാരണം നമുക്കിത് ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട് ഏകദേശം 10-20 വർഷത്തോളം അല്ല, ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 10-20 വർഷമായി. അപ്പം തൊട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാനായിട്ട് ഇവിടുത്തെ നമ്മുടെ അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്തിരുന്നു. പക്ഷെ അതൊന്നും സക്സസ്ഫുൾ അല്ല. അത് പോരാ.
പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് എന്തായാലും തീരുമാനം. ഇവിടുത്തെ മൊത്തം മൂലപ്പാടുന്ന കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം എന്തായാലും ഇവിടുത്തെ എല്ലാ വീടുകളിലുമായിട്ട് സംഭവിച്ചിട്ടുണ്ടാവും. അത് തന്നെയാണ്, ഏകദേശം വലിയ നാശനഷ്ടമാണ് ഈ പ്രദേശത്തെ ആളുകൾക്കുണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് കൊച്ചി നഗരസഭയ്ക്കും കൊച്ചി കോർപ്പറേഷനും കളമശ്ശേരി നഗരസഭയ്ക്കുമെതിരെ മുന്നേ തന്നെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ വരുന്നു. ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ശാശ്വതമായ പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നില്ല എന്ന്. അത് തന്നെയാണ് ഇപ്പോൾ ഈ മൂലപ്പാടം നിവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ, അല്ലെങ്കിൽ മൂലപ്പാടം മൊത്തം 400 വീടുകളാണ് വെള്ളം കയറിയിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഇവർക്കുണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ മന്ത്രി രാജീവിന്റെ തന്നെ മണ്ഡലം കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് നേരത്തെ തന്നെ പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അതൊന്നും തന്നെ നടന്നിട്ടില്ല. ഇനി ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യില്ല എന്നാണ് ഈ നാട്ടുകാരടക്കം ആവശ്യപ്പെടുന്നത്. നാട്ടുകാരടക്കം പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യില്ല എന്നാണ്. ഏതായാലും ഈ ശാശ്വതമായൊരു പരിഹാരം ഇവിടെ ഈ പ്രശ്നങ്ങൾക്ക് കണ്ടെത്തുക എന്നതാണ് ഈ കൊച്ചി കോർപ്പറേഷൻ അല്ലെങ്കിൽ കളമശ്ശേരി നഗരസഭ അടിയന്തരമായി ചെയ്യേണ്ടത്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.